ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രുതി നമ്മുടെ അശ്വിൻ്റെ നെഞ്ചിലേക്ക് വീണ് കിടക്കുകയാണ്. കുറേ നേരം അശ്വിൻ ശ്രുതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ശേഷം ശ്രുതിനെ പതുക്കിയൊന്ന് പൊക്കിയെടുക്കുന്നുണ്ട്. പൊക്കിയെടുത്തിട്ട് അശ്വിൻ കട്ടിലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. കട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അശ്വിൻ കട്ടിലേക്ക് കിടത്തുക കേട്ടോ. ശേഷം ശ്രുതിനെ പതുക്കെ കട്ടിലേക്ക് കിടത്തി ശ്രുതിയുടെ അടുത്തേക്ക് തന്നെ അശ്വിനും ഇരിക്കുന്നുണ്ട്. ഇരുന്നതിന് ശേഷം ശ്രുതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം ഒരു ടിഷ്യൂ എടുക്കുന്നുണ്ട്. ടിഷ്യൂ എടുത്തിട്ട് നമ്മുടെ അശ്വിൻ ശ്രുതിയുടെ മുഖമൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുക കേട്ടോ. അതായത് മുഖത്തിങ്ങനെ കളറൊക്കെ ആയിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. തുടക്കുന്ന സമയത്തൊക്കെ അശ്വിൻ ശ്രുതിനെക്കുറിച്ച് തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രുതിനെ ആദ്യമായിട്ട് കണ്ടതും ശ്രുതിനെ ആദ്യമായിട്ട് കെട്ടിപ്പിടിച്ചതും ശ്രുതിയായിട്ടുള്ള കല്യാണം എല്ലാം നല്ല നിമിഷങ്ങളൊക്കെ അശ്വിൻ ഇങ്ങനെ ആലോചിച്ച് ചിരിച്ചുകൊണ്ട് മുഖത്തെ കളറൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ശ്രുതിക്കൊന്ന് ബോധം വരും കേട്ടോ. ശ്രുതി പതുക്കെ ഇങ്ങനെ കണ്ണ് തുറക്കുന്നുണ്ട്. കണ്ണ് തുറക്കുമ്പോഴേക്കും അശ്വിൻ ശ്രുതിനെ തന്നെ നോക്കുമ്പോൾ ശ്രുതി അശ്വിനെ നോക്കുന്നുണ്ട്. പെട്ടെന്ന് അശ്വിൻ മുഖത്തുനിന്ന് കൈ എടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ശ്രുതി അശ്വിൻ്റെ കയ്യിലേക്ക് കയറി പിടിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ ചോദിച്ചതിന് നിങ്ങൾ എന്താ മറുപടി പറയാത്തത് എന്ന് ചോദിക്കുകയാണ്. എന്താ എന്താ നിനക്ക് അറിയേണ്ടത് എന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ, എനിക്കറിയണം, നിങ്ങളെ കാണുമ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളടുത്തേക്ക് വരുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് എൻ്റെ ഹൃദയമിടിപ്പ് ഇങ്ങനെ കൂടുന്നതെന്ന് അതിന് കാരണം എനിക്കറിയണം എന്ന് ശ്രുതി പറയാണ്. ആ സമയത്ത് അശ്വിൻ അവിടേക്ക് ഇരിക്കുകയാണ്. എന്നിട്ട് ശ്രുതിനെ പതുക്കെ കട്ടിലേക്ക് ചാരി ഇരുത്തുന്നുണ്ട്. എന്നിട്ട് അടുത്ത് തന്നെ അശ്വിനി ഇരിക്കുക കേട്ടോ. ശ്രുതിനെ ചേർത്ത് പിടിക്കുകയാണ്. അശ്വിൻ്റെ വലത് കൈ കൊണ്ട് ശ്രുതിനെ ചേർത്ത് ഇങ്ങനെ പിടിച്ച് നെഞ്ചിലേക്ക് അടുപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അതെന്തുകൊണ്ടാണ് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. സത്യം പറയാലോ, നിന്നെ കാണുമ്പോഴും നിന്നോട് അടുത്ത് വരുമ്പോഴൊക്കെ എനിക്കും ഈ ഹൃദയമിടിപ്പ് കൂടാറുണ്ട്. ഇനി നീ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്, നമുക്കിടയിൽ എന്തായിരിക്കും സംഭവിച്ചതെന്ന്. ആ സമയത്ത് ശ്രുതിയും അശ്വിനും ചെറിയൊരു സ്വപ്നം കാണുവാണ്, ദിവാസ്വപ്നം പോലെ. വാലൻറ്റൈൻസ് ഡേ ആണ്. വാലൻറ്റൈൻസ് ഡേക്ക് നമ്മുടെ അശ്വിൻ ശ്രുതിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അവർ രണ്ടുപേരും ചുവന്ന ഡ്രസ്സുകളാണ് ഇട്ടിരിക്കുന്നത്. ഒരുപാട് ലവിൻ്റെ ബലൂണൊക്കെ അവിടെ ഇവിടെയൊക്കെ ഓടിച്ചാടി നടക്കുന്നുണ്ട്. അശ്വിൻ ഒരു വലിയൊരു ഗിഫ്റ്റ് ശ്രുതിയുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. കുറച്ച് പനിനീർ പൂക്കളും കയ്യിലുണ്ട്. ശേഷം ആ റോസാപ്പൂക്കൾ ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഈ പനിനീർ പൂക്കൾ നിനക്കുള്ളതാണ് എൻ്റെ പ്രിയതമേ. എൻ്റെ പ്രണയം നിനക്ക് സമ്മാനിക്കാനുള്ളതാണ്. നീയാണ് എൻ്റെ വാലൻറ്റൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയുടെ കവിളിൽ ഒരു ഉമ്മ കൊടുക്കുക കേട്ടോ. ശേഷം ശ്രുതിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഒരുപോലെ കാണുന്ന ഒരു സ്വപ്നമാട്ടോ അത്. ശേഷം അശ്വിൻ ചോദിക്കുന്നുണ്ട് ശ്രുതിയുടെ അടുത്ത്, ഇപ്പോൾ നിനക്ക് മനസ്സിലായോ അതിനുത്തരം എന്താണെന്ന്? ആ ശ്രുതി പതുക്കെ തല ഇങ്ങനെ ആട്ടുന്നുണ്ട്. എന്ന് പറയുന്നുണ്ട്. അതെ, നമ്മൾ രണ്ടുപേരുടെ ഹൃദയമിടിപ്പ് ഒന്നാണ് ശ്രുതി. അതിനർത്ഥം നമ്മൾ രണ്ടുപേരും രണ്ട് മനസ്സും ഒരു ഹൃദയവും ഉള്ളവരാണ് എന്നാണ് അതിനർത്ഥം. മനസ്സിലായോ എന്ന് അശ്വിൻ പറയുമ്പോൾ, മനസ്സിലായി എന്ന് പറയാണ്. ആ സമയത്ത് അശ്വിൻ ശ്രുതിയുടെ കയ്യിലേക്ക് ഇങ്ങനെ പിടിക്കുക കേട്ടോ. രണ്ടുപേരും കൈകൾ തമ്മിൽ കോർത്തിങ്ങനെ പിടിച്ചിരിക്കുകയാണ്. പെട്ടെന്നാണ് അഞ്ജലി നമ്മുടെ താഴെയുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. അപ്പോൾ നമ്മുടെ ശ്യാം ചോദിക്കുന്നുണ്ട്, അഞ്ജലി, രാജകുമാരി നീ എങ്ങോട്ടായി നടക്കുന്നത്? അതോ എല്ലാവർക്കും കിക്കായിട്ടിരിക്കുകയല്ലേ ശ്യാമേട്ട? സംഭാരവും നാരങ്ങാച്ചാരം കഴിച്ചാലേ ആ കിക്ക് ഒന്ന് മാറുള്ളൂ. എല്ലാവർക്കും സംഭാരവും നാരങ്ങ വെള്ളം കൊടുക്കാൻ വേണ്ടി പോവുക. ശരിയെന്ന് പറയുന്നുണ്ട്. അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അഞ്ജലി നാരങ്ങ വെള്ളവും സംഭാരവും ഒക്കെ ടേബിളിൽ എടുത്ത് വെച്ചിരിക്കുക കേട്ടോ. മനോരമ കിറങ്ങിയിരിക്കുകയാണ്. മോഹൻ അങ്കിൾ പറയുന്നുണ്ട്, അഞ്ജലി മോളെ, ഏറ്റവും കൂടുതൽ സംഭാരവും നാരങ്ങയും കൊടുക്കേണ്ടത് എൻ്റെ ഭാര്യക്കാണ്. ആ രീതിയിലാണ് കുടിച്ച് മത്തടിച്ചിരിക്കുന്നത്. മോഹനേട്ട ഷട്ടപ്പ് എന്ന് പറയാണ്. എനിക്ക് തല വേദനിക്കുന്നു മോഹനേട്ട എന്ന് പറയുമ്പോൾ, വേദനിക്കുമല്ലോ, എങ്ങനെ വേദനിക്കാതിരിക്കും? അമ്മാതിരിയല്ലേ നീ കുടിച്ചത്? സ്വന്തം തലയാണ് ശരീരമാണെന്ന് ഒന്ന് ആലോചിക്കണ്ടേ എന്ന് പറയാണ്. ആൻറ്റി സംഭാരം കുടിക്കുക എന്ന് പറഞ്ഞിട്ട് അഞ്ജലി സംഭാരം കൊടുക്കുകയാണ്. അത് നമ്മുടെ മനോരമ കുടിക്കുന്നുണ്ട്. ശേഷം അച്ചാറും കഴിക്കുകയാണ്. അയ്യോ, എന്നെ ഒന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് എഴുന്നേൽപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ അഞ്ജലി മോഹനങ്ങളും പ്രീതിയൊക്കെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്കും ഷട്ടപ്പ് എന്ന് പറഞ്ഞിട്ട് പ്രീതിയുടെ കയ്യിൽ നിന്ന് കൈ വിടുവാണ് നമ്മുടെ മനോരമ. മോഹനേട്ടാ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് മോഹനേട്ടനെ കുറുകെ കെട്ടിപ്പിടിക്കുക കേട്ടോ. വാ നമുക്ക് റൂമിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് മനോരമ കിറങ്ങി റൂമിലേക്ക് പോവാണ്. അത് കണ്ടിട്ട് നമ്മുടെ ശ്രുതിയല്ല പ്രീതിയും അതുപോലെ തന്നെ അഞ്ജലിയും കൂടി ചിരിക്കുന്നുണ്ട് കേട്ടോ. പ്രീതി പറയണ്ടല്ല, ശ്രുതിയും അശ്വിനും ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ, ഞാൻ പോയി വിളിക്കട്ടെ? വേണ്ട, അവർ കിറങ്ങിയിരിക്കുകയല്ലേ, അവർ തന്നെ വന്നോളും എന്ന് പറയാണ്. അല്ല, ആകാശ് സാറിനെ കൊടുക്കണ്ടേ? നീ എന്താ വിളിച്ചത്? ആകാശ് സാറിന്? അതേ, ഭർത്താവിനെ ഇങ്ങനെ സാറേന്ന് വിളിക്കരുത് കേട്ടോ. നിന്നെ പഠിപ്പിച്ച മാഷൊന്നല്ലല്ലോ അവൻ മേലുദ്യോഗസ്ഥനുമല്ല. അതുകൊണ്ട് അവനെ ആകാശേട്ടാന്ന് വിളിച്ചാൽ മതി. ശരി, അവനെ കൊണ്ടേ കൊടുക്ക് എന്ന് പറയാണ്. ശേഷം അഞ്ജലി വിളിക്കുക കേട്ടോ, ശ്രുതി, അശ്വിനെ, ശ്രുതി ഇങ്ങോട്ട് വാ, ദേ സംഭാരവും നാരങ്ങച്ചാറും റെഡിയാ, വേഗം വന്ന് കുടിച്ച് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ശ്രുതി വേഗം കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേക്കുവാണ്. ശേഷം അശ്വിനെ ഒന്ന് നോക്കുന്നുണ്ട്. ശ്രുതി പോകാൻ വേണ്ടി പോകുമ്പോൾ അശ്വിൻ വീണ്ടും ശ്രുതിയുടെ കയ്യിലേക്ക് ഒന്ന് കയറി പിടിക്കുക കേട്ടോ. ശേഷം ശ്രുതിനെ അടുത്തേക്ക് വന്നിട്ട് അശ്വിൻ പോവണ്ട എന്ന് പറയുന്നുണ്ട്. കാരണം കിക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതുപോലെ റൊമാൻസ് ആവാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ശ്രുതി പോവാതെ അവിടെ തന്നെ നിൽക്കുവാണ്. പെട്ടെന്ന് അശ്വിൻ ശ്രുതിനെ കെട്ടിപ്പിടിക്കുകയാണ്, തന്നിലേക്ക് അടുപ്പിക്കുകയാണ്. ശ്രുതിയും അതെ അശ്വിനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ
കെട്ടിപ്പിടിച്ച് കുറേ നേരം അവർ അങ്ങനെ തന്നെ നിൽക്കുക കേട്ടോ. വീണ്ടും അഞ്ജലി വിളിക്കുകയാണ്, ശ്രുതി കുഞ്ഞാ വേഗം വാ, ദേ സംഭാരം കുടിക്കണ്ടേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ അശ്വിനും ശ്രുതിയും കൂടി പുറത്തേക്ക് ഇറങ്ങുവാണ്. ശ്രുതി അശ്വിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. അശ്വിനും ശ്രുതിനെ നോക്കുവാണ്. ശ്രുതി പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ അതെ ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തോളാം, വാ നമുക്ക് ഒരുമിച്ച് പോവാം, എങ്കിൽ ഞാൻ എൻ്റെ ഷോൾ എടുത്തിട്ട് വരട്ടെ എന്ന് ശ്രുതി പറയാണ്. ശരി, ഷോൾ എടുത്തിട്ട് വരാൻ വേണ്ടി അശ്വിനും പറയാണ്. അങ്ങനെ ശ്രുതി ഷോൾ എടുക്കാൻ വേണ്ടി റൂമിലേക്ക് പോവാണ്. അശ്വിൻ റൂമിൻ്റെ പുറത്ത് നിൽക്കുക കേട്ടോ. അശ്വിൻ കാണാണ്ട് പെട്ടെന്ന് ശ്യാം റൂമിൻ്റെ അകത്തേക്ക് കയറുവാണ്. എന്നിട്ട് ശ്രുതി എടുത്ത് ചോദിക്കുന്നുണ്ട്, ശ്രുതി നേരത്തെ പറയാമെന്നതിൻ്റെ ബാക്കി നീ പറ, എന്തുകൊണ്ടാണ് നിന്നെ പെട്ടെന്ന് അയാൾ കല്യാണം കഴിച്ചത്? ആര് കല്യാണം കഴിച്ചു എന്ന്? അല്ല നീയും അശ്വിനും തമ്മിൽ എന്താ എന്ന് ചോദിക്കുകയാണ് ശ്യാം. അതോ ഞാനും അശ്വിനും തമ്മിലേ പ്രണയമാണെന്ന് തോന്നുന്നു, ഞങ്ങൾ രണ്ടുപേരുടെ ഹൃദയമിടിപ്പ് ഒന്ന് ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഒന്നാ എന്ന് പറയാണ്. ഓ അതല്ല ഞാൻ ചോദിച്ചത്, നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കാനുള്ള കാരണം എന്തായിരുന്നു? അതോ അത് ഞാൻ പറയാവേ, പറയ ശ്രുതി പറ എന്ന് പറഞ്ഞിട്ട് ശ്യാം ശ്രുതിയുടെ മുഖത്ത് വരുമ്പോൾ നിങ്ങൾ എന്നെ തുടരുത് എന്ന് ശ്രുതി പറയാണ്. എങ്കിൽ നീ ഒന്ന് പറ പെട്ടെന്ന് പറയുമ്പോൾ, അതോ അതയാളെന്നെ ഭീഷണിപ്പെടുത്തി എന്നെ കല്യാണം കഴിപ്പിച്ചു, കല്യാണം കഴിച്ചില്ലെങ്കിൽ എൻ്റെ ചേച്ചിയുടെ വിവാഹം മുടങ്ങുമെന്ന് അയാൾ പറഞ്ഞു, അതുകൊണ്ട് കല്യാണം കഴിച്ചു എന്ന് പറയാണ്. അപ്പോൾ ഇതിനെ ഭീഷണിപ്പെടുത്തിയിട്ട് കല്യാണം കഴിച്ചാൽ അതെ എന്ന് ശ്രുതി പറയാണ്. ഇത് മതി എന്ന് പറഞ്ഞിട്ട് ശ്യാം അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അഞ്ജലി അങ്ങോട്ടേക്ക് വരിക കേട്ടോ. അല്ല ശ്രുതി എവിടെ? ശ്രുതി ഷോൾ എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോയി എന്ന് പറയാണ്. ശരി ഞാൻ വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അകത്തേക്ക് കയറുവാണ്. അഞ്ജലി വരുമ്പോഴേക്കും ശ്യാം പെട്ടെന്ന് അവിടെ ഒളിച്ച് നിൽക്കുക കേട്ടോ. അഞ്ജലി നോക്കുമ്പോഴേക്കും ശ്രുതി കരഞ്ഞുകൊണ്ടിരിക്കുക. ശ്രുതി നീ എന്തിനാ കരയുന്നത്? അയാൾ എന്നോട് ആര്? അയാൾ എന്നോട് അങ്ങനെയൊക്കെ ചോദിച്ചു. അയാൾ എവിടെ പോയി? അയാളെവിടെ? കുഞ്ഞിനാണോ? അവൻ പുറത്തുണ്ട്. അയാളല്ല, ചേച്ചിയുടെ വാ പുറത്തുണ്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിനെ കൂട്ടിക്കൊണ്ട് അഞ്ജലി പുറത്തേക്ക് വരുവാണ്. ശേഷം അഞ്ജലി പറയുന്നുണ്ട്, എങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിലത്തേക്ക് വന്നാൽ മതി, രണ്ടുപേരും വാ കേട്ടോ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി നിലത്തേക്ക് ഇറങ്ങാട്ടോ. അഞ്ജലി നിലത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ശ്രുതിനെയും അശ്വിനെയും ഒന്ന് നോക്കുന്നുണ്ട്. അവർ തമ്മിൽ ഭയങ്കര പ്രണയത്തിലാണ് നിൽക്കുന്ന സമയമാണെന്ന് അഞ്ജലിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അഞ്ജലി അവരെ ശല്യപ്പെടുത്താണ്ട് വേഗം തന്നെ നിലത്തേക്ക് ഇറങ്ങി പോകുവാട്ടോ. ഒന്ന് ചിരിച്ചതിന് ശേഷം അശ്വിൻ വീണ്ടും ശ്രുതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശ്രുതിയും അശ്വിനെ നോക്കുന്നുണ്ട്. അങ്ങനെ അശ്വിൻ പതുക്കെ ശ്രുതിയുടെ കയ്യിലേക്ക് ഇങ്ങനെ പിടിക്കുക കേട്ടോ. ശ്രുതിയും അശ്വിനെ മുറുക്കി പിടിക്കുന്നുണ്ട്. ശേഷം അശ്വിൻ്റെ തോളിലേക്ക് ചായനി കിടക്കുവാണ്. അതൊക്കെ കണ്ട് ശ്യാമിനാണെങ്കിൽ ദേഷ്യം വരും കേട്ടോ. ശേഷം ശ്രുതിയുടെ കൈ പിടിച്ചിട്ട് നമുക്കെന്നാ ഒരുമിച്ച് പോകാം എന്ന് അശ്വിൻ പറയാണ്. ശരി ഒരുമിച്ച് പോകാമെന്ന് ശ്രുതിയും പറയുന്നുണ്ട്. അവർക്ക് ഏകദേശം ചെറുതായിട്ടൊന്ന് ബോധമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൈകൾ പരസ്പരം കോർത്ത് പിടിച്ചിട്ട് നിലത്തേക്ക് ഇറങ്ങി പോവുകയാണ്. നിലത്തേക്ക് ഇറങ്ങുന്ന സമയത്തൊക്കെ അശ്വിൻ ശ്രുതിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ശ്രുതിയും അശ്വിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴല്ല പരസ്പരം മുഖത്തോട് മുഖം നോക്കി അങ്ങനെ പടികൾ ഓരോന്നായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരുടെ ഒരു സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.